ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വണ്ണായിട്ടുള്ള ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറഞ്ഞു. അപ്പോൾ സെക്കൻഡാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ വർക്കേഴ്സിനെ 3 കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്: ആവറേജ് വർക്കേഴ്സ്, എഫിഷ്യൻ്റ് വർക്കേഴ്സ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻ്റ് വർക്കേഴ്സ്. ഈ ഒരു സിസ്റ്റം പ്രകാരം പീസ് റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എഫിഷ്യൻസിയുടെ ബേസിലാണ്. അതായത് അപ് ടു 83% എഫിഷ്യൻസി ആണെങ്കിൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നോർമൽ പീസ് റേറ്റ് ഉണ്ടാകും. 83% വരെയാണ് ഒരു വർക്കറുടെ എഫിഷ്യൻസി എങ്കിൽ നോർമൽ പീസ് റേറ്റ് വെച്ചിട്ടായിരിക്കും ആ ഒരു വർക്കർക്ക് വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രം 83% ടു 100% ആണെങ്കിൽ 110% ഓഫ് ബേസിക് പീസ് റേറ്റ്. അതുപോലെ തേർഡ് പറയുന്നത് അറ്റ് ഓർ എബോവ് 100% ആണെങ്കിൽ 120% ഓഫ് ബേസിക് പീസ് റേറ്റ്. മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതുപോലെയുള്ള 3 എഫിഷ്യൻസി. ഇതും പീസ് റേറ്റ് എത്രയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിൻ്റെ ബേസിലായിരിക്കണം കാൽക്കുലേഷൻ. ഓക്കെ, നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഔട്ട് ദി ഏർണിങ്സ് ഓഫ് ദി വർക്കേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. നോർമൽ പീസ് റേറ്റ് തന്നിരിക്കുന്നത് 10 രൂപ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 10 റുപ്പീസ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 120 യൂണിറ്റ്സ് പെർ ഡേ. ഒരു ദിവസം 120 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ആൻ 8 hours ഡേ എക്സ് പ്രൊഡ്യൂസ്ഡ് 90 യൂണിറ്റ്സ്. 8 മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അതിൽ എക്സ് എന്ന് പറയുന്ന വർക്കർ 90 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വൈ പ്രൊഡ്യൂസ്ഡ് 100 യൂണിറ്റ്സ് ആൻഡ് സെഡ് പ്രൊഡ്യൂസ്ഡ് 132 യൂണിറ്റ്സ്. അപ്പോൾ ഈ ഒരു 3 വർക്കർക്കും കിട്ടുന്ന വേജ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏത് ബേസിൽ, ഏത് സിസ്റ്റം പ്രകാരം? മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ. നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പീസ് റേറ്റ് എന്താണെന്നുള്ളത് ഇതുപോലെ മെൻഷൻ ചെയ്യണം. കാരണം എക്സാമിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു എഫിഷ്യൻസിയും അതുപോലെ പീസ് റേറ്റും ആണ് എഴുതി വെക്കേണ്ടത്. റൂൾ എന്താണോ അത് എഴുതി വെക്കണം. എന്നിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വർക്കിംഗ് നോട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ 3 വർക്കറുടെയും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഇൻറ്റു 100 ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് നമുക്ക് എക്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വർക്കർ എക്സ്, ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? നോക്കി, എക്സ് പ്രൊഡ്യൂസ് ചെയ്തത് 90 യൂണിറ്റ് ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനോ 120 യൂണിറ്റ്സ്. ഒരു ദിവസം 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. എക്സ് പ്രൊഡ്യൂസ് ചെയ്തത് 90 യൂണിറ്റ് ആണ്. എക്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90 എക്സിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 120 ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 75% ആണ്. ഇപ്പോൾ നോക്കുക, എക്സ് എന്ന് പറയുന്ന വർക്കറുടെ എഫിഷ്യൻസി 75% ആണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറയുന്നത്? അപ് ടു 83% ആണെങ്കിൽ ബേസിക് ഓർ നോർമൽ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എക്സിൻ്റെ എഫിഷ്യൻസി 75, അതായത് 83നേക്കാൾ ബിലോ ആണ് അല്ലേ? അപ്പോൾ എക്സിന് ഏത് റേറ്റാണ് കൊടുക്കുന്നത്? നോർമൽ പീസ് റേറ്റ്. നോർമൽ പീസ് റേറ്റ് എത്രയാണ്? ₹10 പെർ യൂണിറ്റ്. എക്സ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോ അതേ ഇൻറ്റു 10 ആയിരിക്കും എക്സിന് കിട്ടുന്ന വേജ്. ഓക്കെ, ദെൻ വൈയുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. വൈ ഈസ് ഈക്വൽ ടു, വൈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 100 യൂണിറ്റ് ആണ് കേട്ടോ. 100 യൂണിറ്റ് വൈയുടെ പ്രൊഡക്ഷൻ ഉണ്ട്.
ഇവിടെ റേറ്റ് ഓഫ് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 യൂണിറ്റ് വൈ പ്രൊഡ്യൂസ് ചെയ്തു. സ്റ്റാൻഡേർഡ് 120 ആണ് ഇൻറ്റു 100 ഈക്വൽ ടു 83.33%. ഓക്കെ, അപ്പോൾ വൈ പ്രൊഡ്യൂസ് ചെയ്തത് 100 യൂണിറ്റ് ആണ്. എഫിഷ്യൻസി വന്നിരിക്കുന്നത് 83.33 ആണ്. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാം നമ്മൾ. ഈ 83.33 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 83 to 100% ആണ്. അപ്പോൾ വൈക്ക് കിട്ടുന്ന വേജ് ബേസിക് പീസ് റേറ്റിൻ്റെ 110% ആണ്. ബേസിക് പീസ് റേറ്റ്, അതായത് നോർമൽ പീസ് റേറ്റ് എത്രയാണ്? 10 rupees ആണ്. ആ 10 rupeesൻ്റെ 110% കാൽക്കുലേറ്റ് ചെയ്യണം. അതായിരിക്കും വൈക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റിലായിട്ട് എഴുതി വയ്ക്കാം. എക്സിൻ്റെ എഫിഷ്യൻസി ബിലോ 83 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സിന് നോർമൽ പീസ് റേറ്റ് കൊടുക്കും. ക്ലിയർ? നോർമൽ പീസ് റേറ്റ് ₹10 കൊടുക്കും. വൈയുടെ എഫിഷ്യൻസി 83.33 ആണ്. അത് ഇൻ ബിറ്റ്വീൻ 83 to 100 ആണ്. അതുകൊണ്ട് വൈക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? നോർമൽ പീസ് റേറ്റ് ആയ 10 rupeesൻ്റെ 110%. ₹11. ഈ ₹11 ഇൻറ്റു വൈയുടെ പ്രൊഡക്ഷൻ ആയിരിക്കും വൈക്ക് കിട്ടുന്ന വേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വർക്കറാണ് സെഡ് അല്ലേ. സെഡിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 132 ആണ്. അപ്പോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വൽ പ്രൊഡക്ഷനെ 120 ആയ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇൻറ്റു 100 ചെയ്തു. കിട്ടുന്നത് 110% ആണ്. നോക്കുക, സെഡിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് 110% വന്നിട്ടുണ്ട്. അത് എബവ് 100% ആണ്. എബവ് 100% ആണെങ്കിൽ എങ്ങനെയാണ് പീസ് റേറ്റ്? ബേസിക് എമൗണ്ടിൻ്റെ ബേസിക് പീസ് റേറ്റ് ആയ ₹10ൻ്റെ 120% കൊടുക്കണം. ഓക്കെ, ഇപ്പം ഇവിടെ സെഡിന് കിട്ടുന്ന വേജ്, ദാറ്റ് ഈസ് സെഡിൻ്റെ വേജ് എന്ന് പറയുന്നത് 10 അല്ലേ. നോർമൽ പീസ് റേറ്റ് ഇൻറ്റു 120% ഈക്വൽ ടു ₹12 വരും. ഓക്കെ, അപ്പോൾ 3 വർക്കറുടെയും എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എക്സിന് ബിലോ 83 ആയതുകൊണ്ട് 10 രൂപയാണ് പീസ് റേറ്റ് വെച്ചിട്ട് വേജ് കിട്ടുന്നത്. വൈ ഇൻ ബിറ്റ്വീൻ 83 to 100 ആയതുകൊണ്ട് 11 rupees ഒരു യൂണിറ്റിന് വെച്ചിട്ട് വൈക്ക് കിട്ടുന്നുണ്ട്. ഇസെഡ് എബവ് 100% എഫിഷ്യൻസി ആയതുകൊണ്ട് ഇസെഡിന് ഒരു യൂണിറ്റിന് 12 rupees വെച്ചിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 വർക്കറുടെയും ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഏണിങ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് 90 യൂണിറ്റ് ആണ് എക്സ് പ്രൊഡ്യൂസ് ചെയ്തത്. 90 യൂണിറ്റ്സ് ഇൻറ്റു ₹10 നോർമൽ റേറ്റ് ആയിട്ടുള്ള 10 രൂപ 900 rupees ആണ് എക്സിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത്. വൈക്ക് കിട്ടുന്നതോ ഏണിങ്സ് ഓഫ് വൈ. വൈ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? 100 യൂണിറ്റ്സ് ആണ് വൈ പ്രൊഡ്യൂസ് ചെയ്തത്. എഫിഷ്യൻസി ഇൻ ബിറ്റ്വീൻ 83 to 100 ആയതുകൊണ്ട് 11 rupees വെച്ചിട്ടാണ് വൈയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു 1100 rupees വൈക്ക് കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വർക്കർ എന്ന് പറയുന്നത് സെറ്റ് ആണ്. സെറ്റിൻ്റെ പ്രൊഡക്ഷൻ 132 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 132 യൂണിറ്റ്സ് ഇൻറ്റു സെറ്റിൻ്റെ എഫിഷ്യൻസി എബവ് 100% ആണ്. സെറ്റിന് 12 rupees വെച്ചിട്ടാണ് കാൽക്കുലേഷൻ വരുന്നത്. ടോട്ടൽ വേജ് ഓർ ടോട്ടൽ ഏണിങ്സ് 1584 rupees. ഓക്കെ, മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വർക്കേഴ്സിനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും അല്ലേ.
എഫിഷ്യൻ്റ് വർക്കർക്ക് ബേസിക് പീസ് റേറ്റിനേക്കാളും കൂടിയ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും വേജ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ ആണ്. ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ബോണസ് ആൻഡ് പീസ് റേറ്റ് പ്ലാൻസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടൈം റേറ്റും ബോണസും പീസ് റേറ്റും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനെയാണ് ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് വർക്കർ എത്ര യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യണം അത് ഓൾറെഡി സെറ്റ് ചെയ്തു. ആ ഒരു ലെവലിനേക്കാൾ ബിലോ ആണ് വർക്കറുടെ പ്രൊഡക്ഷൻ എങ്കിൽ ടൈം റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ലെവൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ലെവലിനേക്കാളും കുറവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കർക്ക് ടൈം റേറ്റ് വെച്ചിട്ടുള്ള വേജ് കൊടുക്കും. ഇനി ആ ഒരു കറക്റ്റ് സ്റ്റാൻഡേർഡ് ലെവൽ വരെയാണ് വർക്കറുടെ പ്രൊഡക്ഷൻ എങ്കിൽ ടൈം റേറ്റ് വെച്ചിട്ടുള്ള വേജ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് ആസ് ബോണസ്. ടൈം റേറ്റിൻ്റെ 20% ബോണസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ സ്റ്റാൻഡേർഡ് ലെവൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് അറ്റൈൻ ചെയ്യാനായിട്ട് ഓരോ വർക്കറും ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ എബവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എബവ് സ്റ്റാൻഡേർഡ് ലെവലാണെങ്കിൽ ഹൈ പീസ് റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു സിസ്റ്റം വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് ഉയർത്താനായിട്ട് ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിൽ ഔട്ട്പുട്ടാണ് ഓൾറെഡി സെറ്റ് ചെയ്യുന്നത്. ആ ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. ബിലോ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ടൈം റേറ്റ്, ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവലാകുമ്പോൾ ടൈം റേറ്റും കിട്ടും. ടൈം റേറ്റിൻ്റെ 20% ബോണസും കിട്ടുന്നുണ്ട്. എബോവ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഹൈ പീസ് റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം പ്രകാരം വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി ഫോളോയിങ് ആർ ദി പർട്ടിക്കുലേഴ്സ് ആപ്ലിക്കബിൾ ടു എ വർക്ക്. ടൈം റേറ്റ് തന്നിട്ടുണ്ട് ₹50 പെർ അവർ. ഒരു മണിക്കൂറിന് 50 രൂപയാണ് ടൈം റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഹൈ ടാസ്ക് 40 യൂണിറ്റ്സ് പെർ വീക്ക്. ഒരാഴ്ചയിൽ 40 യൂണിറ്റ്സ് ആണ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് ലെവലാണ് ആ 40 യൂണിറ്റ്സ് തന്നിരിക്കുന്നത്. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഫിക്സ് ചെയ്യുമെന്ന്. അതാണ് 40 യൂണിറ്റ്സ്. ഒരാഴ്ചയിൽ 40 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ പീസ് റേറ്റ് എബവ് ഹൈ ടാസ്ക്. ഈ സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നതെന്നാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു പീസ് റേറ്റ് ആണ് ₹60 പെർ യൂണിറ്റ്. എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് 60 രൂപ വെച്ചിട്ടായിരിക്കും പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ എ 40 hours എ വീക്ക് ദി ഔട്ട്പുട്ട് ഓഫ് വർക്കേഴ്സ് വേർ. 4 വർക്കറുടെ 40 മണിക്കൂർ, അതായത് ഒരാഴ്ചയിൽ 40 മണിക്കൂറുണ്ട്. ഈ 40 hours 4 വർക്കർ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എ 35 യൂണിറ്റ്സ്, ബി 40 യൂണിറ്റ്സ്, സി 41 ആൻഡ് ഡി 52 യൂണിറ്റ്സ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേജസ് ഓഫ് ദി വർക്കേഴ്സ് അണ്ടർ ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഈ ഒരു പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് ഈ 4 വർക്കേഴ്സിൻ്റെയും വേജ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിൽ വരുന്ന റൂള് സൊല്യൂഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതി വയ്ക്കണം. ഇതുപോലെ അണ്ടർ ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ വേജസ് ആർ കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. ഔട്ട്പുട്ട് റേറ്റ് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് കൊടുക്കും. അറ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടൈം വേജ് പ്ലസ് 20% ഓഫ് ദി ടൈം റേറ്റ് ആസ് ബോണസ്. എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഹൈ പീസ് റേറ്റ് ഓൺ വർക്കേഴ്സ് ഓൾ പ്രൊഡക്ഷൻ. എത്ര യൂണിറ്റ് ആണോ വർക്കർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ആ ഫുൾ യൂണിറ്റിന് പീസ് റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ഈ 4 വർക്കേഴ്സിൻ്റെയും വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദി വേജസ് ഓഫ് ദി വർക്കേഴ്സ് വിൽ ബി ആസ് ഫോളോസ് എന്ന് ഹെഡിങ് എഴുതാം. ഫസ്റ്റ് വർക്കർ എ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വർക്കർ എ 35 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അല്ലേ. വർക്കർ എയുടെ പ്രൊഡക്ഷൻ തന്നിരിക്കുന്നത് 35 യൂണിറ്റ്സ് ആണ്. ഈ 35 യൂണിറ്റ്സ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡിനേക്കാൾ ബിലോ ആണ്.
അല്ലേ? ഹൈ ടാസ്ക്, അതായത് സ്റ്റാൻഡേർഡ് ലെവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 40 യൂണിറ്റ്സ് ആണ്. വർക്കർ എ പ്രൊഡ്യൂസ് ചെയ്തത് 35 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ബിലോ സ്റ്റാൻഡേർഡ് ആണ് എയുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എങ്ങനെയാണ് വേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടൈം റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടൈം റേറ്റ് തന്നിരിക്കുന്നത് 50 പെർ അവർ. 1 മണിക്കൂറിന് 50 രൂപയാണ് തന്നിരിക്കുന്നത്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 40 അവേഴ്സ്. ഓക്കെ, ഈ 40 അവേഴ്സ് ആണ് ടോട്ടൽ വർക്കിംഗ് അവർ എന്ന് പറയുന്നത്. ഒരു വീക്കിൽ 40 അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്ക് കിട്ടുന്ന വേജ് 40 അവേഴ്സ് ഇൻറ്റു ടൈം റേറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിവിടെ വേജസ് ഓഫ് ദി വർക്കേഴ്സിന് എഴുതിയിട്ടുണ്ട്. വർക്കർ എ 40 അവേഴ്സ് 1 വീക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻറ്റു ബിലോ സ്റ്റാൻഡേർഡ് ആണ് എയുടെ യൂണിറ്റ്. അതുകൊണ്ട് ടൈം റേറ്റ് എത്രയാണോ അത് വെച്ചിട്ടാണ് എയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്ക് കിട്ടുന്നത് ₹2000. എയുടെ വേജ് എന്ന് പറയുന്നത് 2000 ആണ്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ക്ലിയർ അല്ലേ? ബിലോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ടൈം റേറ്റ് വെച്ചിട്ട് വേജ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഒന്ന് നോട്ട് ചെയ്യാം. എന്താ? ടൈം വേജ് ഈസ് പെയ്ഡ്. ടൈം വേജ് ഈസ് പെയ്ഡ് ആസ് ദി worker is below standard. ബിലോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് വർക്കർക്ക് കിട്ടുന്നത് ടൈം റേറ്റ് ആണ്. ദെൻ അടുത്ത വർക്കർ ബി. ഇതുപോലെ ചെക്ക് ചെയ്യാം. ബിയുടെ യൂണിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ബി പ്രൊഡ്യൂസ് ചെയ്തത് 40 യൂണിറ്റ്സ് ആണ് അല്ലേ? ആ 40 യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ടാസ്ക് അറ്റ് സ്റ്റാൻഡേർഡ് ലെവലാണ്. ഇവിടെ എത്രയാണോ യൂണിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുവരെ വർക്കർ ബി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിക്ക് കിട്ടുന്ന വേജ് ആയിരിക്കും. അറ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ടൈം വേജും കൊടുക്കണം പ്ലസ് 20% ബോണസും. ടൈം വേജിൻ്റെ 20% ആണ് ബോണസ് കൊടുക്കേണ്ടത്. അപ്പോൾ ബിയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബിക്ക് 40 അവേഴ്സിന് 50 റുപ്പീസ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ വരെ ബി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൂടാതെ ഈ ടൈം റേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ടൈം റേറ്റിൻ്റെ 20% എന്ന് പറയുമ്പോൾ 20/100 എഴുതുക. ഓക്കെ, 40 × 50 2000 പ്ലസ് 2000ൻ്റെ 20% 400 ഈക്വൽ ടു ₹2400 ആണ് ബിക്ക് വരുന്ന വേജ്. ഇനി നെക്സ്റ്റ് വർക്കർ സി കാൽക്കുലേറ്റ് ചെയ്യണം. വർക്കർ സി ആൻഡ് ഡി. സിയും ഡിയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിക്ക് 41 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ഉണ്ട്, ഡി 52 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹൈ ടാസ്കിനേക്കാൾ എബവ് ആണ്, കൂടുതലാണ്. സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കൊടുക്കുന്നത്? പീസ് റേറ്റ് കൊടുക്കും. അപ്പോൾ പീസ് റേറ്റ് ഇവിടെ എത്രയാ? ഒരു യൂണിറ്റിന് 60 രൂപ. ഓക്കെ, സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ വർക്കർ സിയും ഡിയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഹൈ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് ഇൻറ്റു പീസ് റേറ്റ്. ഓക്കെ, അതെത്രയാണെന്ന് നോക്കാം. വർക്കർ സി 41 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 60 ആണ് ഹൈ പീസ് റേറ്റ്, ഈക്വൽ ടു ₹2460. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഹൈ പീസ് റേറ്റ്
ഹൈ പീസ് റേറ്റ് ആണ് സിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്, ഔട്ട്പുട്ട് ഈസ് എബവ് സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. എബവ് സ്റ്റാൻഡേർഡ്. ദെൻ അതുപോലെ തന്നെ ഡി എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? 52 യൂണിറ്റ് ആയിരുന്നു. 52 ഇൻറ്റു 60 റുപ്പീസ് ഈക്വൽ ടു ടോട്ടൽ വേജ് വരുന്നത് 3120. ഇവിടെയും നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ്, ഹൈ പീസ് റേറ്റ് ആണ് ഡിക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഹൈ പീസ് റേറ്റ് ആസ് സെയിം അതുപോലെ തന്നെ ആസ് ദി ഔട്ട്പുട്ട് ഈസ് എബവ് സ്റ്റാൻഡേർഡ് ലെവൽ. ഓക്കെ, ഇപ്പോൾ ഗൺ ടാസ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഫിക്സ് ചെയ്യുന്നു. അതിനേക്കാൾ കുറവാണെങ്കിൽ ടൈം റേറ്റ് കൊടുക്കും. സ്റ്റാൻഡേർഡ് ലെവൽ വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ 20% ബോണസ് ഉണ്ടാകും. എബവ് സ്റ്റാൻഡേർഡ് ലെവലാണെങ്കിൽ ഹൈ പീസ് റേറ്റ് വെച്ചിട്ട് വേജ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രീമിയം ബോണസ് സിസ്റ്റത്തെക്കുറിച്ച് പറയാം. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.